അതായത് എൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു കാര്യമാണ്. എൻ്റെ വാക്കുകൾ ഞാനിങ്ങനെ ഒത്തിരി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ പലപ്പോഴും നല്ലത് അല്ലാത്ത കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും സംസാരിച്ചു. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു തന്നാണ് വിശുദ്ധ കുരിശിന്റെ അടയാളം മുദ്ര നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഓർക്കുമ്പോൾ നെറ്റിയിൽ കുരിശ് വരയ്ക്കുക, നാവിലും കുരിശ് വരയ്ക്കുക. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വിശുദ്ധ കുരിശിന്, ഈശോയുടെ ശരീരം രക്തവും ഇരുന്ന ആ കുരിശിന്, നമ്മുടെ രക്ഷയായ കുരിശിന് അത് നിയന്ത്രിക്കാൻ പറ്റും. നമുക്കൊരു വചനമുള്ളൂ, എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കാൻ ഒരു അങ്ങനെ ഒരു വചനം. അപ്പൊ അമ്മ പറഞ്ഞത് തൊട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് അത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാരുണ്ടെങ്കിൽ ഓർക്കുമ്പോൾ കുഞ്ഞുവാവുകളെ കുരിശ് വരയ്ക്കുക. ഫീഡ് ചെയ്യുന്ന അമ്മമാരുണ്ടെങ്കിൽ ഓർക്കുമ്പോൾ കുരിശ് വരയ്ക്കാൻ. കാരണം എൻ്റെ 2 പിള്ളേരുണ്ടായിട്ടും ഈ കടിക്കുന്ന പല്ല് വന്നു കഴിയുമ്പോൾ പാല് കുടിക്കുമ്പോൾ ഒരു കടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഈ 2 പേരും എന്നെ അങ്ങനെ കടിച്ച് വേദനിപ്പിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെയാ വെച്ചാൽ ഇവര് ഉണ്ടാവുന്നതിന് മുന്നേ ഞാനത് ഓർക്കുമ്പോൾ കുരിശ് വരയ്ക്കും. എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്യുമല്ലോ, ഓരോരുത്തർ വേറെ അമ്മമാരും നമ്മളോട് ഷെയർ ചെയ്യും, ഇന്ന പോലെ ചെയ്തു, അല്ലെ ഇന്ന പോലെയാണ്, ഉറങ്ങുന്നില്ല, കരയുന്നു. നമ്മുടെ വയറ്റിലുള്ള വാവുകളെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ കുരിശ് വരയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ പുറത്തുള്ള വാവുകൾ, വലിയ വാവുകളാണെങ്കിലും കുഞ്ഞു വാവുകളാണെങ്കിലും. അപ്പം ചിലപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുമ്പോൾ ആ ഫ്രൂട്ട്സിലൊക്കെ കുരിശ് വരയ്ക്കും. ഈ ഫ്രൂട്ട്സ് ഉള്ളിച്ചെല്ലോ. അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ ഹസ്ബൻഡാണെങ്കിലും അവരറിയാതെ ചിലപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാനും കുരിശ് വരയ്ക്കണം എന്നൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണിത്. പക്ഷെ സ്വർഗം അതിനൊക്കെ വലിയ വില തരും. കുഞ്ഞു കുഞ്ഞു കുരിശ് വരച്ച് നമുക്ക് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആത്മാക്കളെ നേടാനായിട്ട്. പിന്നെ ഫൗസ്റ്റീനമ്മയുടെ ഡയറിയിൽ ഞാൻ ഈ അടുത്ത് വായിച്ചൊരു കാര്യമാണ്, ഓരോ ആത്മാവും ഓരോ ലോകമാണ്. അതായത് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഒരു ലോകമാണ്. അവരുടെ ആത്മാവ് കാരണം ദൈവം അവരെ അവരായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു, നമ്മളെ നമ്മളായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു, നമ്മുടെ ഹസ്ബൻഡിനെ ഹസ്ബൻഡായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പം ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. പക്ഷെ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ, തമ്പുരാന്റെ വെളിച്ചം നമ്മുടെ കണ്ണിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടല്ലോ, നമുക്ക് പറ്റും. അപ്പൊ ആ ഒരു ജ്ഞാനത്തിനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആ ഒരു വാക്ക് വായിച്ചപ്പം, ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ വായിച്ചപ്പോൾ അതെനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ അത് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഓരോ ആത്മാവും, ഇപ്പൊ നമ്മൾ പേഷ്യൻസിനെ കാണുവാണെങ്കിൽ ആ പേഷ്യന്റ് ഒരു ആത്മാവാണ്. ആ ഒരു ആത്മാവിന് ഒരു ലോകമുണ്ട് എന്ന് ചിന്തിക്കാൻ, അവിടെ ഈശോ ആണ് പ്രവർത്തിക്കുന്ന ആ ലോകത്തിൽ. നമുക്കതിൽ വലിയ ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് ആണ് ഈശോ എന്നെ അതിലൂടെ ഓർമ്മിപ്പിച്ചത്.